CPM സർക്കാർ അംഗീകരിച്ച ദേശഭക്തി ഗാനങ്ങളുടെ ലിസ്റ്റ് എത്രയും പെട്ടെന്ന് പുറത്തുവിടണമെന്ന് BJP നേതാവ് എൻ ഹരി. പ്രതിപക്ഷ നേതാവിനും ദേശഭക്തിയുടെ കാര്യം വരുമ്പോൾ ഒരേ സ്വരമാണ് എന്നും എൻ ഹരി പറഞ്ഞിരിക്കുകയാണ്. ദേശഭക്തി ഗാനം നിശ്ചയിക്കുന്നത് CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നല്ല. പതിറ്റാണ്ടുകളായി ആബാലവൃദ്ധം ജനങ്ങളുടെ ഹൃദയത്തിൽ പതിഞ്ഞ ഗാനമാണ്. അത് കുട്ടികൾ പാടിയതിനെ വിവാദമാക്കി കുട്ടികളുടെ മനോവീര്യം തകർക്കാൻ അനുവദിക്കുകയില്ല. ഏത് വേദിയിലും ഗണഗീതം ആലപിക്കാനുള്ള ചങ്കൂറ്റം ലക്ഷക്കണക്കിനുള്ള പ്രവർത്തകർക്കുണ്ട്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയുടെ മാതൃകാപരമായ സമീപനം കേരള നിയമസഭയിൽ നമ്മൾ കണ്ടതാണ്. ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ നിയമസഭയിൽ ഡെസ്കിന് മുകളിലൂടെ നടന്നത് തലമുറകൾ സ്മരിക്കുക തന്നെ ചെയ്യും. ആ ശിവൻകുട്ടി ഭരണഘടനയെക്കുറിച്ച് പറയുമ്പോൾ അറിയാതെ പൊട്ടിച്ചിരിച്ചു പോകുമെന്നും എൻ ഹരി പറഞ്ഞിരിക്കുകയാണ്. വന്ദേ ഭാരത് എക്സ്പ്രസിൽ ദേശഭക്തി ഗാനം ആലപിച്ചത് വിവാദമാക്കിയതിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ ഇളമക്കര സരസ്വതി വിദ്യാനികേതൻ സ്കൂൾ പ്രിൻസിപ്പൽ രംഗത്ത് വന്നിരിക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചതിൽ ആശങ്കയില്ല എന്നും കുട്ടികൾ ദേശഭക്തി ഗാനം ആലപിച്ചത് ചിലർ വിവാദമാക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്നും പ്രിൻസിപ്പൽ പറയുകയാണ്. കുട്ടികളുടെ ചിത്രങ്ങൾ ഉപയോഗിച്ച് സൈബർ ആക്രമണം നടക്കുന്നുണ്ട്, ഇതിനെതിരെ നടപടി സ്വീകരിക്കുമെന്നും പ്രിൻസിപ്പൽ ഡിൻഡു KP വ്യക്തമാക്കിയിരിക്കുകയാണ്. വന്ദേ ഭാരത് ട്രെയിനിൽ ദേശഭക്തി ഗാനം പാടിയ വിദ്യാർത്ഥികൾ കടുത്ത സൈബർ ആക്രമണമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കുട്ടികളുടെ ആശങ്കകൾ പരിഹരിക്കേണ്ട വിദ്യാഭ്യാസ മന്ത്രിയാണ് സ്കൂളിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് നിയമപരമായി മുന്നോട്ട് നീങ്ങാനുള്ള സ്കൂൾ അധികൃതരുടെ തീരുമാനം. നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് കുട്ടികൾ ദേശഭക്തി ഗാനം ആലപിച്ചത്. റെയിൽവേ ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തതിൽ മറ്റൊരു ഇടപെടലുകൾ നടന്നിട്ടില്ല എന്നും പ്രിൻസിപ്പൽ പറഞ്ഞിരിക്കുകയാണ്. സംഭവത്തിൽ സ്കൂൾ മാനേജ്മെൻറ്റിനെതിരെ ഭീഷണിയുമായി വി ശിവൻകുട്ടി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. സ്കൂളിൻ്റെ NOC റദ്ദാക്കാൻ വിദ്യാഭ്യാസ വകുപ്പിന് അധികാരമുണ്ട് എന്നും മന്ത്രി പറഞ്ഞിരുന്നു. ദേശഭക്തി ഗാനം എന്ന് പറയാൻ പ്രിൻസിപ്പലിന് എന്ത് അധികാരം എന്നുള്ളതായിരുന്നു മന്ത്രിയുടെ വാദം. കുട്ടികൾ ഗണഗീതം ആലപിച്ചതിൽ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് ട്രെയിനിൻ്റെ കഞ്ഞി യാത്രയിൽ വിദ്യാർത്ഥികൾ ഗണഗീതം പാടിയതിൽ വിമർശിക്കുന്ന പിണറായി സർക്കാരിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും. രാജ്യത്തെക്കുറിച്ചുള്ള ദേശഭക്തി ഗാനങ്ങൾ കുട്ടികൾ പാടുന്നതിൽ താങ്കൾ എന്തിനാണ് അസ്വസ്ഥനാകുന്നത് എന്നും കുട്ടികളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം അവഗണിക്കാൻ മുഖ്യമന്ത്രിക്ക് എന്ത് അവകാശമാണ് എന്നും രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ ഗണഗീതം പാടിയതിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നീണ്ട കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഈ പോസ്റ്റ് പരാമർശിച്ചുകൊണ്ട് ഫേസ്ബുക്കിലൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. വിദ്യാർത്ഥികൾ ഗണഗീതം പാടുന്നതിൻ്റെ വീഡിയോയും അദ്ദേഹം പങ്കുവച്ചിരിക്കുകയാണ്.